ചേട്ടാ വൈറലായ അയാളുടെ വീട് ഇതാ വീട്. ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാ അമ്മേ. നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. റീൽസ് ചെയ്യുന്നവന്മാർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി നീയും എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവും. അല്ല വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞായറാഴ്ച ഒരു 10-10:30 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. അപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് ഇപ്പോൾ വിനോദേ, ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദേ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ് 24 നമ്മൾ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങിട്ട് നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരാളൂ. ബാക്കി എല്ലാവരും എന്റെ അനിയൻ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ് ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം നീയോ ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്. എന്റെ ഭഗവതി. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും? KSRTC കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ച് കയറിയ യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ലൈനിലുണ്ട്. വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കൂടിയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷകരമാണ്. വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവനാള് പാവാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ആശനെ. ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അന്ത്യചർച്ച ഇവിടെ നടത്തുമായിരുന്നു. ഈ തുണിമുക്കി കാണിച്ചെന്ന് പറയുന്ന പയ്യില്ലേ, അവന്റെ പേരെന്ത്? വിനോദ്. അഴുക്ക പയ്യൻ. അവന്റെ അച്ഛൻ അതിനെക്കാളും വഴി. ഈ പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവന്റെ ചെത്തി പട്ടി കരിഞ്ഞിട്ട് കൊടുക്കണം. സ്ത്രീകൾ ഡോറി മുട്ടുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഞങ്ങൾ മലയാളികൾക്കുണ്ട്. ഞങ്ങള് കഴിക്കുന്നതും അരിയാഹാരമാണ്. തനിക്കിത്ര മുട്ടി നിൽക്കുവാണെ താൻ പോയി പെണ്ണ് കെട്ടോ. ഭയങ്കര കഷ്ടം. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ?